CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന അമ്പലക്കൊള്ള എന്ന് തന്നെ നമുക്ക് പറയണം കേട്ടോ. CPM-കാരുടെ ഇപ്പൊ CPM-കാര് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികളാരും വീടുകൾ തോറും കയറി ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം കേട്ടോ. കാരണം വീടുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. കയറി ചെല്ലാൻ വേണ്ടിയിട്ട് കോളിംഗ് ബെൽ അമർത്തുമ്പോൾ ഇവരെ കാണുമ്പോൾ വീട്ടിലെ കുട്ടികൾ വിളിച്ചിട്ട് അമ്മേ അച്ഛാ അമ്പലക്കള്ളന്മാർ വന്നിട്ടുണ്ട് കേട്ടോ, അമ്പലക്കള്ളന്മാർ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാർ പോയി വാതിലടയ്ക്കും. അമ്പലക്കള്ളന്മാരെ ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് പറയും. അമ്പലക്കള്ളന്മാർക്ക് പ്രവേശനമില്ല. ഇത് പറയുന്നത് ഭക്തന്മാർ മാത്രമല്ല, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും അവര് കൂടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. ഭഗവാന്റെ സ്വത്ത് കട്ടവരെ സാധാരണ നമ്മൾ കാണിക്കുകയൊക്കെ കഴിഞ്ഞ ഇന്നലത്തെ ഏഷ്യാനെറ്റിന്റെ ഈ ഡിബേറ്റില് നമ്മുടെ KC ഉമേഷ് ബാബു പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് KC ഉമേഷ് ബാബു പറഞ്ഞത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സംയമനത്തെ കുറിച്ച് ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേറ്റിയ അവരുടെ ഭഗവാന്റെ സ്വർണം മുഴുവനും ഭരിക്കുന്ന പാർട്ടിക്കാർ എടുത്തുകൊണ്ട് കട്ടുകൊണ്ട് പോവുകയാണ്. ഈ കട്ടുകൊണ്ടുപോകൽ എങ്ങനെ? സാധാരണ കട്ടുകൊണ്ടുപോകുന്നത് അതായത് ഒരു ലോക കള്ളന്മാര് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള എന്താ പറയാ മോഷണമാണ്. ഇങ്ങനൊരു മോഷണം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ലോക ചരിത്രത്തിൽ ഇങ്ങനെയൊരു മോഷണം ഉണ്ടായിട്ടില്ല. അപ്പൊ ശബരിമലയില് നമുക്കറിയാം, ശബരിമലയില് കോടിക്കണക്കിന് രൂപയുടെ എന്താ പറയാ ഈ കാണിക്കയായി ഭഗവാന് കാണിക്കയായി കോടിക്കണക്കിന് രൂപയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. കോടിക്കണക്കിന് രൂപയും സ്വർണവും ശബരിമല ഈ ഭണ്ഡാരത്തിലേക്ക് എത്തുന്ന ഇതിന്റെ കണക്കെടുക്കാൻ പോലും പറ്റാത്തത്ര. കാരണം കേരളത്തിലല്ലല്ലോ ഏറ്റവും കൂടുതൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക പോലുള്ള, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ കച്ചവടക്കാര് അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സുകാര് അവരുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണ് അയ്യപ്പൻ. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കേരളത്തിൽ അധികം കണ്ടിട്ടില്ല കേട്ടോ. കേരളത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം അധികം കണ്ടിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ വ്യാപകമാണത്രേ. ഒരു വലിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ അയ്യപ്പനെ കൂടി പാർട്ട്ണറാക്കും. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ബിസിനസ് വിജയിപ്പിക്കാൻ അയ്യപ്പനെ കൂടി പാർട്ട്ണറാക്കും. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ലാഭവിഹിതം, അയ്യപ്പനുള്ള ലാഭവിഹിതം അവർ കണക്ക് കൂട്ടിയിട്ട് അത് ശബരിമലയിലെ ഭണ്ഡാരത്തിലേക്ക് ചാർത്തുക ചെയ്യുക. ശബരിമലയിലേക്ക് കൊണ്ട് അത് സ്വർണം ഉണ്ടാവും, വെള്ളി ഉണ്ടാവും, രത്നങ്ങൾ ഉണ്ടാവും, കറൻസി ഉണ്ടാവും. ഇതാണ്ട് കൊണ്ട് തള്ളുകയാണ്. ഇത് എത്രയെന്ന് പോലും ഇവർക്ക് അറിയില്ല. കാരണം വൻ വ്യവസായികളാണ് കേട്ടോ, വൻ വ്യവസായികളാണ്. ഇത് നേരെ ബാങ്കിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കണക്കിലേക്കോ കണക്ക് രജിസ്റ്ററിലേക്കോ ഒന്നുമല്ല പോവുക. ഇത് പകുതിയിലേറെ കൈയിട്ട് വാരുകയാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അവരിൽ ഉൾപ്പെട്ട ഒരു വലിയ റാക്കറ്റ്. പക്ഷേ ഇതൊക്കെ നമുക്ക് സഹിക്കാം. ഇതൊക്കെ കാലങ്ങളായി ഇവിടെ നടന്നു വരുന്നതാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ 1500ഓളം ക്ഷേത്രങ്ങളുണ്ട് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കേട്ടോ. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കയ്യിട്ടുവാറലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈന്ദവ സമൂഹം. എന്നിട്ടും ഭഗവാന് പട്ടിണി കിടന്നാലും വേണ്ടില്ല, ഭഗവാന് കിടക്കട്ടെ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ഉള്ള പൈസ മുഴുവനും ഭണ്ഡാരത്തിൽ കൊണ്ട് ചാർത്തും. ഇത് പിറ്റേന്ന് ആരാ എടുത്തുകൊണ്ടുപോകുന്നത്? ഇത് സഖാക്കന്മാര് കൊണ്ടുപോയി പുട്ടടിക്കുന്നേ. ഇത് സഖാക്കന്മാർക്ക് പുട്ടടിക്കാനാണ് നമ്മള് പാവപ്പെട്ട ഭക്തന്മാര് പട്ടിണി കിടന്നിട്ട് ഭഗവാന് നേദിക്കുകയാണ്, ഭഗവാന് വഴിപാട് കൊടുക്കുകയാണ്, എന്താ പറയാ ഭണ്ഡാരം ചാർത്തുകയാണ്, കാണിക്ക കൊടുക്കുകയാണ്. ഇത് മുഴുവനും എവിടേക്കാ പോകുന്നത്? സഖാക്കന്മാർ കട്ടുകൊണ്ടുപോകാൻ. ഒന്ന് ആലോചിച്ചു. യുവന്മാരെ കണ്ടല്ലോ, പച്ച മട്ടലെടുത്തിട്ടല്ല തല്ലേണ്ടത് കേട്ടോ. അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ടൊന്നും തീരില്ല. യുവന്മാരെയൊക്കെ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കണം. നിങ്ങൾ തന്നെ പറ എന്ത് ചെയ്യണമെന്ന്. ഇനി അതൊക്കെ പോട്ടെ, ഈ ഭണ്ഡാരം മോഷണം ഒക്കെ നടത്തിക്കോട്ടെ. ശബരിമല ഒന്ന് ആലോചിച്ച് നോക്കണം. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പർ 1 ക്ഷേത്രമാണ് അല്ലേ? ആർക്കും വിയോജിപ്പുണ്ടാവാൻ വഴിയില്ല. മഹാക്ഷേത്രങ്ങളിൽ വെച്ച് നമ്പർ 1 തന്നെയാണ് ശബരിമല. അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു മഹാസംഗമൊക്കെ നടത്തിയത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകളെ, ഭക്തന്മാരെ കൊണ്ട് ക്ഷണിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ നടത്തിയൊരു നാടകം നമ്മൾ കണ്ടല്ലോ. അങ്ങനെ ഒരു നാടകം കണ്ടല്ലോ. അപ്പം പിണറായി സർക്കാർ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? കൂടുതൽ ഭക്തന്മാര് കൂടുതൽ പൈസ കൊണ്ടുവരട്ടെ. ആ പൈസയൊക്കെ നമുക്ക് മുട്ടടിക്കാലോ, ആ പൈസയൊക്കെ നമുക്ക് കൈയിട്ട് വാരാലോ, അവര് കൊണ്ടുവരുന്ന സ്വർണ്ണമൊക്കെ നമുക്ക് വാരി കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാട്ടുകള്ളന്മാര് ഈ സംഗമം നടത്തിയത് കേട്ടോ. അല്ലാതെ ഭഗവാനോടുള്ള താല്പര്യം
ഭഗവാനോട് ഇവർക്ക് ഒരു താല്പര്യമില്ല, നമ്മൾ കണ്ടതാണല്ലോ. ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് മറ്റേ തീർത്ഥം വാങ്ങിയിട്ട് ആസനത്തിൽ തേക്കുന്ന പരിപാടിയുള്ള ആൾക്കാരല്ലേ. ശ്രീകോവിലിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും കൈ രണ്ടും താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ കുടവയർ താങ്ങി നിൽക്കുന്ന മന്ത്രിമാരെയല്ലേ നമ്മൾ കണ്ടത്. അന്നും ഇന്നും എന്നും എന്നും അല്ലേ ഇത്തരത്തിലുള്ള അധമന്മാരായ കമ്മ്യൂണിസ്റ്റുകാര്. അപ്പോ ഈ ഭക്തജന സംഗമം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ശബരിമല എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലേ ഏറ്റവും വലിയ രസം അതാണ്, കോമഡി അതാണ്. ശബരിമല എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വരിക വാസുവിന്റെ പടം, അമ്പലക്കള്ളന്മാരുടെ പടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്തിലെ എല്ലാവർക്കും അറിയാം ശബരിമല എന്ന് പറഞ്ഞാൽ സഖാക്കന്മാർ കൈയിട്ട് വാരുന്ന ഏറ്റവും വലിയ കൊള്ള നടത്തുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അതായത് ശബരിമല ഏറ്റവും തത്വമസി ഒക്കെ മറന്നു. തത്വമസി ഒന്നല്ല ശബരിമല എന്ന് പറഞ്ഞാൽ സഖാക്കന്മാർ കൈയിട്ട് വരുന്ന, സഖാക്കന്മാർ കൊള്ളയടിക്കുന്ന, അമ്പലക്കൊള്ള നടത്തിയ സ്ഥലമാണ് ശബരിമല എന്നുള്ള രീതിയിലാണ് ഗൂഗിളിലൊക്കെ ഇതിന്റെ പടങ്ങളാണ് വരുന്നത്. ശബരിമല നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക. ഗൂഗിളിൽ ശബരിമല അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്വർണ്ണപ്പാളി കട്ടുണ്ടായ ഈ മുരാരി ബാബു മുതല്, പോറ്റി മുതല്, ഈ എൻ വാസു മുതല്, ഇനി ഇതാ പിടിക്കാൻ കുറെ വലിയ വൻ സ്രാവുകൾ ഉണ്ട് കേട്ടോ. പത്മകുമാർ ഓടി നടക്കുകയാണ്. വിടില്ല, SIT വിടില്ല. അടുത്ത അറസ്റ്റ് പത്മകുമാറിനെ ആയിരിക്കും. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ അടുത്ത് കടകംപള്ളി PS പ്രശാന്തിനെ പിടിക്കും. PS പ്രശാന്തിനെ പിടിച്ചു കഴിഞ്ഞാൽ വാസവനെയും പിടിക്കും. അതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണഭൂതമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ KC ഉമേഷ് ബാബു പറഞ്ഞതേ, അതായത് ലോകത്തിലെ നമ്പർ 1 ആരാധനാ കേന്ദ്രം അല്ലെ, ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എന്താ പറയാ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ശബരിമല, ആ ശബരിമലയില് ശ്രീകോവിൽ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ട, ഭക്തന്മാർ കൊടുക്കുന്ന കാണിക്ക അടിച്ചു മാറ്റി നമുക്ക് സഹിക്കാം. ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള തങ്കവിഗ്രഹം, അതിലെ കട്ടിളപ്പാടി, വാതിൽപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ, ഇതടിച്ചു മാറ്റിയ. എങ്ങനെ അടിച്ചു മാറ്റിയ? വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ. അത് പുറത്തു വന്നാൽ പറയും അതൊക്കെ സ്വാഭാവികമായി സ്വർണം പൂശാൻ കൊണ്ടുപോയതല്ലേ. ഈ രീതിയിൽ എന്താ പറയാ, ഈ രീതിയിൽ ഭക്തന്മാരുടെ മുഴുവൻ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ മുഴുവൻ കണ്ണുവെട്ടിച്ചുകൊണ്ട്, ഇത് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയില്ല ഇത് നടത്തിയത് പോറ്റിയാണ്. പോറ്റിയൊരു ഉപകരണമാണ്. പോറ്റിക്ക് പിന്നിൽ മുരാരി ബാബു ഉണ്ട്, മുരാരി ബാബുവിന് പിന്നിൽ വാസു ഉണ്ട്, വാസുവിന് പിന്നിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയുണ്ട്, ദേവസ്വം മന്ത്രിക്കും പിന്നിൽ ആരാണുള്ളത്? ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് അറിയാം. സ്വർണം കണ്ടാൽ ഭ്രാന്ത് പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ട് കേട്ടോ അവിടെ. സ്വർണം കണ്ടാലേ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അങ്ങനെ സ്വർണം കണ്ടാൽ ഭ്രാന്ത് വരുന്നൊരു മനുഷ്യനുണ്ട്. അയാളും അയാളുടെ ചിങ്കിടികളും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന വൻ കൊള്ള, അമ്പലക്കൊള്ള. ഞാനതാ പറഞ്ഞത്, അമ്പലക്കള്ളന്മാർ വോട്ട് തേടി വരുമ്പോ ഏത് വീട്ടിലെ ഗേറ്റാണ് തുറക്കുക? ഏത് വീട്ടിലെ വാതിലാണ് തുറക്കുക? വാതിൽ തുറന്ന് കണ്ടാലും ഈ ചെറിയ കുട്ടികൾ വിളിച്ചു പറയുന്നേ അമ്പലക്കള്ളന്മാർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, അടുത്ത മാസം 13-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരുമ്പോൾ അറിയാം എത്ര സഖാക്കൾ ഇവിടെ പൊട്ടിപ്പോകുമെന്ന് നമുക്കറിയാം. കാരണം വോട്ട് ചെയ്യില്ല. ആര് വോട്ട് ചെയ്യാൻ? നോട്ടൊക്കെ കുത്തിയാലും CPM-ന് കുത്തില്ല. കാരണം അമ്പലക്കള്ളന്മാർക്ക് അങ്ങനെ ഈ അമ്പലക്കള്ളന്മാരെ ജയിപ്പിച്ചേ തീരൂ എന്ന് പറയുന്ന കുറെ അന്തംഗമ്മികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുണ്ട്. അതായത് അമ്പലക്കള്ളന്മാരെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മൂന്നാം വട്ടവും വരണം. എന്നിട്ട് ഞങ്ങൾ അയ്യപ്പനെ തന്നെയാണ് കൊണ്ടുപോകും. എന്താ ചെയ്യുക? അയ്യപ്പനെ കൊണ്ടുപോകും. അയ്യപ്പന്റെ ഈ ശ്രീകോവിൽ മൊത്തം ഞങ്ങളെ കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യില്ല എന്ന ധാർഷ്ട്യത്തോടെ ഈ ശബരിമല കഴിഞ്ഞാൽ ഞങ്ങൾ ഗുരുവായൂരപ്പനെയും കൊണ്ടുപോകും. ഇങ്ങനെ അമ്പലങ്ങൾ കട്ടുമുടിക്കുമ്പോൾ ഇവിടുത്തെ വിശ്വാസി സമൂഹം എന്തൊരു സംയമനം എന്നറിയോ അല്ലെ. എന്തൊരു സംയമനത്തിലാണ് നമ്മുടെ ആൾക്കാർ ഇരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ 10 വർഷം ഭരിച്ചിട്ട് പിണറായി ചെയ്തത് എന്താണെന്നറിയോ? ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ അവരുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ കട്ടുമുടിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കക്കുക തന്നെ. കട്ട് കഴിഞ്ഞിട്ട് കള്ളം പറയുക, കള്ളം പറയുക, ഛർദ്ദിച്ച് തിന്നുക. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അവരുടെ പ്രതികരണ ശേഷി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ വർഷം സാബു എം ജേക്കബിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു കേട്ടോ. നമ്മുടെ കിറ്റക്സിന്റെ MD സാബു എം ജേക്കബുമായി ദീർഘമായി ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ സാബു എം ജേക്കബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കേട്ടോ. അതായത് അക്കാലത്താണ് സാബു എം ജേക്കബ് പറഞ്ഞത്, ഈ എനിക്കെതിരെ ഇനിയും എന്തെങ്കിലും CPM-മാർ മിണ്ടിയാൽ, പിണറായി വിജയന്റെ മകളെ കുറിച്ച്
പിണറായി വിജയന്റെ മകളെ കുറിച്ച് ഞാനൊരു വലിയ ബോംബ് പൊട്ടിക്കുമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നീട് സാബു ജേക്കബ് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂവിൽ സാബു ജേക്കബിനോട് ചോദിച്ചു, താങ്കൾ അന്ന് പറഞ്ഞിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഒരു വലിയ ബോംബ് പൊട്ടിക്കാൻ പോകുന്നുണ്ട്, അതെന്താണ് നിങ്ങൾ പൊട്ടിക്കാതെ എന്ന് ചോദിച്ചപ്പോൾ സാബു ജേക്കബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പൊട്ടിച്ചിട്ടും കാര്യമില്ല, ഇവരുടെ ആസനത്തെ കൊണ്ടുപോയി പൊട്ടിച്ചാലും ഇവർക്ക് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഒഴിഞ്ഞു നടക്കും ഇവര്, അതും ഒരു വലിയ കുളൂസായിട്ട് നടക്കും ഇവര് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ള ഇവന്മാർക്ക് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? പറയുന്ന നമ്മൾ മാനം കെടും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. ശരിയാണ്. നിങ്ങൾക്കറിയാലോ എത്ര ആരോപണങ്ങൾ. ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ കക്കും, നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ കള്ളത്തരം പറയും, നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അഴിമതി നടത്തും എന്ന ധാർഷ്ട്യത്തിലാണ് പിണറായി സർക്കാർ ഉള്ളത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ, അടുത്ത് ജയിലിലാകാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനായിരിക്കും, പത്മകുമാറായിരിക്കും, പിന്നാലെ പ്രശാന്തും, പിന്നാലെ വാസവനും, അതിനും പിന്നാലെ കാരണഭൂതമേ ദിനങ്ങൾ എണ്ണിക്കോ. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് മൂന്നാം തവണയും നിങ്ങൾ വരുന്നല്ലേ? അത്രക്കും മണ്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ജയ് വിളിക്കുന്ന ഈ അന്തംഗമ്മികളുടെ എണ്ണം അതിന് മാത്രമുണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ ആദ്യത്തെ ഫലം നിങ്ങൾക്കറിയാം. അടുത്ത മാസം 13-ാം തീയതി അറിയാം എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്ന ഭാവി എന്ത് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ മലയാള മനോരമ പറയുന്നു, അടുത്തത് ബോർഡ് എന്നാ പറയുന്നത്. മുൻ പ്രസിഡന്റ് പത്മകുമാറിനോട് ചോദ്യം ചെയ്യലെത്താൻ വീണ്ടും ആവശ്യപ്പെട്ടു. പത്മകുമാർ ഓടുകയാണ്, പിടികൊടുക്കുന്നില്ല, ഓടുകയാണ്. പക്ഷെ SIT പിടിക്കും കേട്ടോ, പത്മകുമാറെ. എന്തൊക്കെയായിരുന്നു പണ്ട് പറഞ്ഞത്? എന്ത് സ്വർണ്ണമാ, ശബരിമലയിലെ സ്വർണ്ണമൊന്നുമില്ല, ഒക്കെ ചമ്പല്ലേ എന്ന് ചോദിച്ച ആളാണ്. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. പിടിക്കും, ഉത്തരം പറയേണ്ടി വരും കേട്ടോ. അയ്യപ്പനോട് കളിച്ചവരെ ഒന്നും അയ്യപ്പൻ വെറുതെ വിടില്ല എന്ന് പത്മകുമാറും ഓർമ്മിക്കണം, കടകംപള്ളിയും ഓർമ്മിക്കണം, പ്രശാന്തും ഓർമ്മിക്കണം, വാസവനും ഓർമ്മിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇതാ മറ്റൊരു വാർത്ത മനോരമയിൽ. കൈയൊഴിയാതെ കാക്കണം കണ്ണീരുടങ്ങണം എന്ന് പറയുന്ന ഒരു കണ്ണീർ കഥയുണ്ട് കേട്ടോ. സഖാക്കന്മാരെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നമ്പർ 1 ആരോഗ്യ കേരളം അല്ലെ? നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ കൈമുറിച്ചു മാറ്റപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കണ്ണീരിന്റെ കഥയാണ് കേട്ടോ ഇത്. പാലക്കാട് വടകരപ്പതി ചൊരപ്പാറയിലെ വീട്ടിലെത്തിയ വിനോദിനി അമ്മ പ്രസീത സമീപം വരയ്ക്കാനിരുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ വലങ്കൈ മുറിച്ചു കളഞ്ഞില്ലേ വീണ ജോർജെ അല്ലേ? 9 വയസ്സായ ഒരു പെൺകുട്ടിയുടെ കൈ വെട്ടി മുറിച്ചില്ലേ? ആര് തരും നിങ്ങൾക്ക് ഇനി വോട്ട്? വോട്ട്? കളിച്ചുകൊണ്ടിരിക്കവേ കയ്യിന്റെ എല്ലൊന്ന് ചെറുതായി ചതുങ്ങിയതാണ്. വീണ ജോർജിന്റെ ആശുപത്രിയിൽ പോയപ്പോ, വീണ ജോർജിന്റെ മെഡിക്കൽ കോളേജിൽ പോയപ്പോ ചികിത്സാ പിഴവ്, ആ കുട്ടിയുടെ കൈ പോയി. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ച വീണ ജോർജെ, നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കുക കേട്ടോ. നീയും നിന്റെ കാരണഭൂതനും. ഇതാ ആ പെൺകുട്ടി, കൈയില്ലാത്തൊരു കുട്ടിയുടെ വേദന നിനക്കൊന്നും മനസ്സിലാവില്ല. നീയൊക്കെ കട്ടുമുടിച്ച് കാരണഭൂതത്തോടൊപ്പം കേരളത്തെ കട്ടുമുടിക്കാൻ ഇനിയും അവസരം കാത്തു കിടക്കുന്ന നീയൊക്കെ കേൾക്കണം കേട്ടോ. കൈയൊഴിയാതെ കാക്കണം കണ്ണീരുണങ്ങണം എന്നാ പറയുന്നത്. ചികിത്സാ പിഴവ് മൂലം വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി തകര ഷീറ്റ് മറിച്ചു കെട്ടിയ വാടക വീട്ടിൽ മടങ്ങിയെത്തി. അതിദാരിദ്ര്യമൊന്നുമില്ല എന്ന് പറയുമ്പോ തകര ഷീറ്റ് വലിച്ചു കെട്ടിയ ഒരു കൂരക്കുള്ളിൽ കഴിയുന്ന പെൺകുട്ടിയുടെ കൈയാണ് കേട്ടോ കാരണഭൂതമേ മുറിച്ചു മാറ്റിയത്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ കേട്ടോ. പിന്നെ എങ്ങനെയാണോ നിനക്ക് വോട്ട് തരിക? ഇതാ വാർത്ത ഇങ്ങനെയാണ്. ഇടത്തും വലത്തും കൈകളായി നിന്ന് അച്ഛനും അമ്മയും പറഞ്ഞു, നമുക്ക് പുതിയ കൈവയ്ക്കാം മോളെ, അതുകൊണ്ട് മോൾക്ക് അച്ഛനെയും അമ്മയെയും തൊടാമല്ലോ. കൃത്രിമ കൈകൊണ്ടെങ്കിലും മോൾക്ക് അച്ഛനെയും അമ്മയെയും തൊടാമല്ലോ എന്നാണ് ആ അമ്മയും അച്ഛനും പറയുന്നത് കേട്ടോ. കാരണം ആശുപത്രിയിൽ വെച്ച് ജീവനെടുത്ത സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അച്ഛനും അമ്മയും സമാധാനിക്കുകയാണ്. എന്റെ മോളുടെ കയ്യല്ലേ പോയുള്ളൂ. എന്റെ ശിവപ്രിയ പ്രസവിച്ച് 18-ാം ദിവസം ശിവപ്രിയയുടെ ജീവനെടുത്ത ആശുപത്രിയാണ് കേട്ടോ അല്ലേ? പ്രസവിച്ച് 18-ാം ദിവസം ശിവപ്രിയ എന്ന് പറയുന്ന അമ്മയുടെ ജീവൻ എടുത്ത ആശുപത്രിയാണ്, ആരോഗ്യരംഗമാണ്.
നെഞ്ചുവേദന കൊണ്ട് ആശുപത്രിയിലെത്തിയ ആ ഒരു ഓട്ടോ ഡ്രൈവർ 5 ദിവസം വേദന തിന്നു കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ല. നമ്പർ വൺ എന്നിട്ടും പറയും ഉളിപ്പില്ലാതെ നമ്പർ 1. പക്ഷെ കാരണഭൂതത്തിന് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകണം കേട്ടോ. കാരണഭൂതത്തിന് മൂലക്കുരുവിന് ചികിത്സിക്കാൻ എവിടെ പോകണം? അമേരിക്കയിൽ പോകണം. ഇവിടെ ഈ വീണ ജോർജിന്റെ ഈ പുഴുക്കളെ പോലെ നരകിക്കുന്ന രോഗികൾക്കിടയിൽ പിടിച്ചുകൊണ്ട് ഇടണം കാരണഭൂതത്തെ. അപ്പൊ കാരണഭൂതത്തിന് മനസ്സിലാകും എന്താണ് മാനുഷികത എന്ന്. അപ്പോഴെങ്കിലും കാരണഭൂതത്തിന് മനസ്സിലാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വീണ ജോർജ്, ഇനി വിടരുത് അമേരിക്കയിലേക്കോ. നിന്റെ നമ്പർ 1 കേരളത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കോ കാരണഭൂതത്തെ മാത്രമല്ല ഈ മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരെയും എല്ലാവർക്കും അമേരിക്കയിൽ പോകണം, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വകാര്യ ആശുപത്രിയിൽ പോകണം. ബില്ലാര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. ബില്ല് നമ്മൾ കൊടുക്കണം. ആര് തരുടോ നിങ്ങൾക്കൊക്കെ വോട്ട്? എന്നിട്ടും പറയുന്നു മൂന്നാം വട്ടം മണ്ണാകട്ട. നിങ്ങളെ കേരളത്തിൽ നിന്ന് മൂടോടെ പിഴുതെറിയ പോകുകയാണ് കേട്ടോ. ആദ്യം ഫലം നിങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ കാണാം. അടുത്തത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടൊക്കെ കിട്ടിയ വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഓർമ്മ വേണം. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരിഹാസമായിരിക്കും. പക്ഷേ പശ്ചിമ ബംഗാളിന്റെ ത്രിപുരയുടെ പാഠങ്ങൾ ഓർമ്മിക്കണം കേട്ടോ. ഇവിടെ പൊറാട്ടയടിക്കുന്നവരോട് ചോദിക്കണം എന്തായിരുന്നു ത്രിപുരയിൽ സംഭവിച്ചത്, എന്തായിരുന്നു പശ്ചിമ ബംഗാൾ സംഭവിച്ചത്. അവർ പറഞ്ഞു തരും. പാർട്ടിയുടെ നേതാക്കളാണ്, പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ പൊറാട്ടടിക്കാണ് ഇവിടെ കേട്ടോ. അതുകൊണ്ട് അധികം കളിക്കണ്ട. ഒരു കണക്കും തീർക്കാതെ കാലം കടന്നു പോകില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഇന്ന് മലയാള മനോരമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറികൾ. അടുത്തത് ബോർഡ്. ഈ പറയുന്ന പാവം പെൺകുട്ടിയുടെ കയ്യില്ലാതെ പോയ അല്ലെ, ഇത് കേരളത്തിലെ മൊത്തം കുട്ടികളെയും പിണറായി സർക്കാർ കയ്യില്ലാത്തവരാക്കുന്നു എന്ന് പറഞ്ഞാൽ അംഗഭംഗം സംഭവിച്ചവരാക്കുന്നു ഈ ക്രൂരമായ സർക്കാർ എന്നുള്ളതിന്റെ തെളിവാണ് ഇത് കേട്ടോ. മറ്റൊന്നാണ് ഭീകര പ്രവൃത്തി, ചെങ്കോട്ട സ്ഫോടനം അപലപിച്ച് കേന്ദ്രമന്ത്രിസഭാ യോഗം. ഞാൻ ആദ്യം പറഞ്ഞു, അതായത് ഇപ്പോഴും പറയുന്നു നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുഡാപ്പികൾ കമ്മികൾ പറയുന്നു അമിത്ഷാ രാജിവെക്കണം, നരേന്ദ്രമോദി രാജിവെക്കണം, ഇവിടെ സുരക്ഷാ പിഴവ്. ഓർക്കണം നിങ്ങൾ. 12 പേർ മരിച്ചു, ശരി തന്നെ. പക്ഷേ ഈ ഭീകരന്മാർ പദ്ധതിയിട്ടത് 10,000 കൊല്ലാനായിരുന്നു. ഓർമ്മിക്കണം നിങ്ങൾ. ഇന്ത്യയിൽ ഉടനീളം സ്ഫോടനം നടത്തി 10,000 കൊലപ്പെടുത്താനുള്ള വൻ പദ്ധതിയാണ് നമ്മുടെ സുരക്ഷാ സൈനികർ ഫലപ്രദമായി ചെറുത്തത്. ഈ ഭീകരന്മാരെ പിടികൂടാതെ രക്ഷപ്പെട്ട ഒരു ഭീകരനാണ്. അയാൾ കുറിമാരുടെ ഒപ്പം രമിക്കാൻ വേണ്ടിയിട്ട് അയാൾ അവസാനം പൊട്ടിത്തെറിച്ചത് കേട്ടോ. നരേന്ദ്രമോദിയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഇത്തരം ഒരു ഭരണകൂടം ഇല്ലായിരുന്നെങ്കിൽ 10,000 മരിക്കുമായിരുന്നു കേട്ടോ. റെസിൻ എന്ന് പറയുന്ന ഒരു വിഷപദാർത്ഥം വായുവിലൂടെ വെള്ളത്തിലൂടെ 10,000 കൊല്ലാനുള്ള ഒരു വിഷപദാർത്ഥം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഭീകരന്മാർ കേട്ടോ. 6 ഡോക്ടർമാരും പിടിയിലായിരിക്കുന്നു അല്ലെ. ഫരീദാബാദിൽ നിന്ന് 6 ഡോക്ടർമാരും പിടിയിലായിരിക്കുന്നു. ഈ ഉമർ നബി എന്ന് പറയുന്ന 7-മൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇനി ഒരു 8-മനെ തേടി നടക്കുകയാണ് കേട്ടോ. ഈ 8 പേർ ചേർന്ന് 4 പ്രധാന നഗരങ്ങളിൽ ഒരേ സമയം ബോംബ് പൊട്ടിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. 3000 കിലോ സ്ഫോടക വസ്തുവാണ് പിടിച്ചത്, അമോണിയം നൈട്രേറ്റ്. ഈ അടുത്ത കാലത്തൊന്നും 3000 കിലോ സ്ഫോടക വസ്തുക്കളാണ് ഈ ഭീകരന്മാർ ഒരു കൂട്ടിയെന്ന് പറയുമ്പോൾ എത്ര ബോംബുകൾ നിർമ്മിക്കാനാണ് ഇവർ ഇത്രയും സ്ഫോടക വസ്തു ഒരു കൂട്ടിയതെന്ന് ആലോചിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ പറയുന്നു സുരക്ഷാ വീഴ്ച. നിങ്ങൾ പറയുന്നത് ഭീകരന്മാരെ വെള്ളപൂശാനാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഭീകരന്മാരെ വളർത്താനാണ്. കാരണം നിങ്ങൾക്ക് നരേന്ദ്രമോദിയോടുള്ള സംഘപരിവാറിനുള്ള ദേഷ്യം തീർക്കാൻ നിങ്ങൾ ഈ പറയുന്ന ഭീകരന്മാർക്ക് കുട്ടപിടിക്കുകയാണ് കേട്ടോ. നിങ്ങളെയാണ് ആദ്യം പൂട്ടേണ്ടത്. തൽക്കാലം ഈ ആദ്യത്തെ വീഡിയോ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ വാർത്തകൾ അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.